ഇഗ്നോയുടെ പുതിയ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2024 ജൂലൈ സെഷനാണ്. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ സെഷനിൽ ഏതൊക്കെ പ്രോഗ്രാമിനാണ് അവർ അഡ്മിഷൻ കൊടുക്കുന്നത്, എത്രയാണ് ഫീ വരുന്നത്, ഡ്യൂറേഷൻ എത്രയൊക്കെയാണ്, കുറേ പേർക്ക് അറിയാനുണ്ട് ഇപ്പോൾ 3 ഇയർ പ്രോഗ്രാം ആണോ 4 ഇയർ പ്രോഗ്രാം ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇഗ്നോയുടെ പ്രോസ്പെക്ടസ്. ഇഗ്നോയിൽ വർഷത്തിൽ 2 തവണ അഡ്മിഷൻ ഉണ്ട്. ഒന്ന് ജാനുവരി സെഷനും മറ്റൊന്ന് ജൂലൈ സെഷനും. ഓരോ സെഷനും ഓരോ പ്രോസ്പെക്ടസ് അവർ റിലീസ് ചെയ്യാറുണ്ട്. ആ ഒരു പ്രോസ്പെക്ടസ് പ്രകാരമാണ് ഈ ഒരു സെഷൻ ഏതൊക്കെ പ്രോഗ്രാമാണുള്ളത്, എത്ര ഡ്യൂറേഷൻ, ഫീസ്, പിന്നെ അതുപോലെ തന്നെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ ഇഗ്നോയ്ക്കകത്ത് 350 പ്രോഗ്രാം വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, PG സർട്ടിഫിക്കറ്റ്, 1 ഇയറിൻ്റെ ഡിപ്ലോമ, PG ഡിപ്ലോമ, പിന്നെ ഗ്രാജുവേഷൻ വരുന്നത് 3 വർഷത്തിൻ്റെ ഉണ്ട്, 4 വർഷത്തിൻ്റെ ഉണ്ട്. 4 വർഷം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 വർഷത്തിലൊക്കെ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ PG പ്രോഗ്രാം വരുന്നത് 2 ഇയർ ആണ്. ഇനി വേറൊരു പ്രോഗ്രാംസ് വരുന്നത്, ഇതെല്ലാം പറയുന്നത് നമുക്ക് ഓൺലൈൻ പ്രോഗ്രാമും അവൈലബിൾ ആണ്, ഓഡിയൽ പ്രോഗ്രാമും അവൈലബിൾ ആണ്. ഇപ്പോൾ കൂടുതൽ പ്രോഗ്രാമും അവൈലബിൾ ആയിട്ടുള്ളത് ഓഡിയൽ പ്രോഗ്രാമാണ്. വളരെ കുറച്ച് പ്രോഗ്രാം മാത്രമാണ് ഓൺലൈൻ പ്രോഗ്രാമിൽ കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഡിയൽ ആയിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിലും എക്സാം പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ പോയിട്ടുള്ള എക്സാം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓൺലൈൻ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ബുക്സ് നമുക്ക് ഓൺലൈൻ ആയിരിക്കും, അസൈൻമെൻറ്റ് സബ്മിഷൻ ഓൺലൈൻ ആയിരിക്കും. എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് പേനും പേപ്പർ ഉപയോഗിച്ച് എഴുതാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെസ്റ്റ് എഴുതാം. 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ പോയിട്ട് തന്നെ എഴുതണം. ഇനി ഓഡിയൽ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇഗ്നോയ്ക്കകത്ത് 99% പേരും എടുക്കുന്ന പ്രോഗ്രാമാണ് ഓഡിയൽ, അതായത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് എടുക്കുന്നത്. നമ്മളിവിടെ കൂടുതൽ ഇപ്പോൾ 100 പേരാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വരുന്നതെങ്കിൽ അതിനകത്ത് ഒരാൾ മാത്രമായിരിക്കും ഓൺലൈൻ പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കുക, ബാക്കി എല്ലാവരും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ പ്രോഗ്രാമും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് വരുന്നത്. ഓൺലൈൻ പ്രോഗ്രാം വളരെ കുറച്ച് പ്രോഗ്രാം മാത്രമേ വരുന്നുള്ളൂ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ നമുക്ക് ബുക്സ് എന്ത് ചെയ്യും, പോസ്റ്റലായിട്ട് വരും. അസൈൻമെൻറ്റ് സബ്മിഷൻ നമുക്ക് ഒരു സ്റ്റഡി സെൻറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അവിടെ കൊണ്ടുപോയി വെക്കണം. അതുപോലെ തന്നെ എക്സാംസും നമുക്ക് എല്ലാ ജില്ലയിലും എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്, അവിടെ പോയിട്ട് പേനും പേപ്പർ ഉപയോഗിച്ചിട്ട് എക്സാം എഴുതാവുന്നതാണ്. ഇതാണ് രണ്ടിൻ്റെയും പാറ്റേൺ വരുന്നത്. നമുക്ക് ഈ ഒരു സെഷനിൽ കൊടുക്കുന്ന പ്രോഗ്രാം ലിസ്റ്റ് കാണാം. അപ്പോൾ ഈ പ്രോസ്പെക്ടസിൽ വന്നു കഴിഞ്ഞാൽ ഒരു 27ാമത്തെ പേജ് നമ്മൾ എടുക്കുക കേട്ടോ. അവിടെ നോട്ടിട്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇൻഫോർമേഷൻ വരുന്നത്. അപ്പോൾ ഏത് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഫീസ് നമ്മൾ അടയ്ക്കണം. അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അതായത് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 300 രൂപയും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 200 രൂപയും നമ്മൾ എന്ത് ചെയ്യണം, ഇഗ്നോയ്ക്ക് പേയ്മെൻറ്റ് ചെയ്യണം. അതായത് അഡീഷണൽ ആയിട്ട് ഒരു 500 രൂപ കോഴ്സ് ഫീയുടെ പുറമേ ആയിട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ചില പ്രോഗ്രാം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, PGD MCH, PGD GM, അങ്ങനെ കുറച്ച് പ്രോഗ്രാമിന് രജിസ്ട്രേഷൻ ഫീസ് 300 അല്ല 500 ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രോഗ്രാം BCom AFും BCom FTയും അതിന് 850 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ സെഷൻ തൊട്ടിട്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രോസ്പെക്ടസിൽ അവർ റിമൂവ് ആക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ പ്രോഗ്രാം ലിസ്റ്റാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ആണ് തന്നിട്ടുള്ളത് 4 ഇയർ പ്രോഗ്രാംസ് ആണ്. 4 ഇയർ പ്രോഗ്രാം ഇഗ്നോയ്ക്കകത്ത് 17 UG പ്രോഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 17 എണ്ണത്തിൻ്റെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് ആ പ്രോഗ്രാമിൻ്റെ കോഡ്. നമ്മൾ നോർമൽ കോഴ്സ് എന്ന് പറയുന്നതിന് ഇഗ്നോയിൽ പ്രോഗ്രാം എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ കോഴ്സ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റിനെയാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏത് സ്കൂളിന് അണ്ടറിലാണ്, എലിജിബിലിറ്റി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രോഗ്രാമും എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല, അതിന് എലിജിബിലിറ്റി ഉണ്ട്. എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മീഡിയം വന്നിട്ടുള്ളത് ഒരിക്കലും നമുക്ക് മലയാളത്തിലൊന്നും എഴുതാൻ പറ്റില്ല, ഒന്നല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, കൂടുതലും അങ്ങനെ തന്നെ വരാറുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഡ്യൂറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മിനിമം ഇയർ അതുപോലെ മാക്സിമം ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3/4 ഇയർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 3 വർഷത്തിൽ എക്സിറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം ഇയർ, നമുക്ക് ഈ ഒരു പ്രോഗ്രാം എത്ര വരെ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലി UG പ്രോഗ്രാം 3 വർഷത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മിനിമം 3 വർഷം മാക്സിമം 6 വർഷം ഉണ്ടാവുക. ഇപ്പോൾ 4 ഇയർ ആണെങ്കിൽ മിനിമം 4 മാക്സിമം 8. പിന്നെ PG ആണെന്നുണ്ടെങ്കിൽ മിനിമം 2 മാക്സിമം 4, ഇങ്ങനെയാണ് നമുക്ക് വരിക. അപ്പോൾ ഈ മാക്സിമം പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എക്സാമും അസൈൻമെൻറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ തീർക്കണം. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫീ സ്ട്രക്ചർ പറയുന്നുണ്ട്, പിന്നെ ഏതൊക്കെ സെഷനിൽ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ ജാനുവരി ജൂലൈ എന്നുണ്ടെങ്കിൽ ജൂലൈ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെഷൻ. അപ്പോൾ ജൂലൈ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സെഷനിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ നമുക്കൊരു പ്രോഗ്രാം പറയാം. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന പ്രോഗ്രാം BA എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് +2 അല്ലെങ്കിൽ +2ന് ഈക്വലൻ്റ്, അതായത് ഡിപ്ലോമ പ്രോഗ്രാമൊക്കെ ഉള്ളവർക്ക് ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്.
3 അല്ലെങ്കിൽ 4 വർഷത്തിൻ്റെ കോഴ്സ് ഉണ്ട്. ഫീസ് വന്നിട്ടുള്ളത് 5000 പെർ ഇയർ ആണ് കേട്ടോ. അപ്പോൾ 5000 പെർ ഇയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഇയറിലെ 5000 രൂപയും പ്ലസ് പ്രോസസ്സിങ് ചാർജ് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോസസ്സിങ് ചാർജ് 300 ഡെവലപ്മെൻറ്റ് ചാർജസ് 200 രൂപ അടക്കം മൊത്തത്തിൽ നമ്മൾ 5500 രൂപ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇഗ്നോയ്ക്ക് പേയ്മെൻറ്റ് ചെയ്യണം. ബാക്കി വരുന്ന സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ഓരോ വർഷം കൂടുമ്പോഴാണ് അടയ്ക്കേണ്ടത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞേക്കുന്ന ഫീസിനകത്ത് എക്സാമിനേഷൻ ഫീസ് ഇല്ല, ഇത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫീ മാത്രമാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ലിസ്റ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 4 ഇയർ പ്രോഗ്രാം അവസാനിക്കുകയും പിന്നെ നമ്മുടെ ഈ 3 ഇയർ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഹോണേഴ്സ് പ്രോഗ്രാം ഉണ്ട്. കുറച്ച് മുന്നേ വരെ എല്ലാവരും എടുത്തേക്കുന്ന പ്രോഗ്രാമാണ്. അതായത് 4 ഇയർ വരുന്നേക്കാളും മുന്നേ വരെ എല്ലാവരും എടുത്തേക്കുന്ന പ്രോഗ്രാമാണ് ഹോണേഴ്സ്. ഇപ്പോഴും കുറേ പേര് ഹോണേഴ്സ് പ്രോഗ്രാം തന്നെയാണ് എടുക്കാറ്. അതാകുമ്പോൾ 3 വർഷമേ വരുള്ളൂ. കുറച്ച് പ്രോഗ്രാം വരുന്നുണ്ട്. പിന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ മാസ്റ്റേഴ്സാണ്, MCOM, MBA, MA പ്രോഗ്രാം അതൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോസ്പെക്ടസ് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഏതൊക്കെ പ്രോഗ്രാമാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇൻഡെക്സ് ഉണ്ട്. ഈ ഇൻഡെക്സ് നോക്കിയിട്ട് പേജ് നമ്പർ നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പ്രോസ്പെക്ടസിൽ തന്നെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം, അക്ഷയയിലോ കഫേയിലൊക്കെ പോയിട്ട് എടുക്കാം. എങ്ങനെ എടുത്തു കഴിഞ്ഞാലും തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊരു എഡിറ്റിംഗ് ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഗ്നോ അലേർട്സ് അഡ്മിഷൻ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇഗ്നോ അലേർട്സിൻ്റെ സർവീസ് ആവശ്യമുണ്ട്, അതായത് അഡ്മിഷൻ എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ടേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഒരിക്കലും കോൾ ചെയ്യരുത്, കോൾ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മൾ അഡ്മിഷൻ എടുത്ത് തരുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളും ചെയ്തു തരും. നമ്മൾ വഴിയാണ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മളൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇഗ്നോയുടെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷനൊക്കെ നമ്മൾ അതിനകത്ത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഇഗ്നോ അലേർട്സ് വഴി അഡ്മിഷൻ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് സർവീസ് ചാർജ് വരുന്നത് 300 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രോസ്പെക്ടസൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ആക്കുന്നുണ്ട്. നിലവിൽ ലാസ്റ്റ് ആയിട്ടുള്ളത് ജൂൺ 30. ഈ ഡേറ്റ് നോർമലി എക്സ്റ്റെൻഡ് ആക്കാറുണ്ട്, ജൂലൈയും ഓഗസ്റ്റും ഒക്കെ ആക്കാറുണ്ട്. പക്ഷേ നിലവിൽ നമുക്ക് ജൂൺ 30